ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 25. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപഃ ക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. വിവർത്തനം. ഫലോദ്ദേശം കൂടാതെ തത് എന്നുച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സുമൊക്കെ ചെയ്യേണ്ടത്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. ഭാവാർത്ഥം: ആധ്യാത്മികോത്കർഷമാശിക്കുന്നവർ ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചുകൂടാ. ആത്മീയ ലോകത്തിലേക്ക്, സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തുക എന്നതായിരിക്കണം പ്രവൃത്തികളുടെ ആത്യന്തിക ലക്ഷ്യം. ശ്ലോകം 26. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദപാർത്ഥയുജ്യതേ. ശ്ലോകം 27. യജ്ഞേ തപസി ദാനേ ച സ്ഥിതിഃ സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. വിവർത്തനം. നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന യജ്ഞത്തിൻ്റെ ലക്ഷ്യം. സത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. ആ വിധത്തിലുള്ള യജ്ഞമനുഷ്ഠിക്കുന്നവനെയും സത് എന്ന് പറയും. കുന്തിപുത്ര, നിരപേക്ഷ സ്വഭാവമനുസരിച്ചുള്ള മറ്റ് പ്രവൃത്തികളെപ്പോലെ യജ്ഞദാന തപകർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിനു വേണ്ടി ചെയ്യപ്പെടുന്നവയാണല്ലോ. ഭാവാർത്ഥം: പ്രശസ്തേ കർമ്മണി, വിധിവിഹിത കർമ്മങ്ങൾ എന്ന വാക്കുകൾ വേദസാഹിത്യങ്ങൾ ഗർഭധാനം മുതൽ മരണം വരെ മനുഷ്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന സംസ്കാരക്രിയകളെ സൂചിപ്പിക്കുന്നു. ജീവാത്മാവിൻ്റെ ആത്യന്തിക മുക്തിക്ക് വേണ്ടി ചെയ്യുന്ന പവിത്രീകരണ പ്രക്രിയകളാണിവ. ഈ ക്രിയകളോടൊപ്പം ഓം തത് സത് ഉച്ചരിക്കുകയും വേണം. സദ്ഭാവേ, സാധുഭാവേ എന്നീ വാക്കുകൾ ആധ്യാത്മിക അവസ്ഥയെ കുറിക്കുന്നു. കൃഷ്ണാവബോധപൂർവകമായ കർമ്മം സ്വാധികവും അത്തരം കർമ്മങ്ങളെപ്പറ്റി തികച്ചും ബോധമുള്ളവൻ സാധുവുമത്രേ. ഭക്തന്മാരുമായുള്ള സഹവാസത്താൽ ആധ്യാത്മിക വിഷയങ്ങൾ സ്പഷ്ടമാവുമെന്ന് ശ്രീമദ് ഭാഗവതം 3:25-25 പറയുന്നു. സദാം പ്രസംഗാത് എന്നീ വാക്കുകളാണിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സത്സംഗം കൂടാതെ ആർക്കും ആധ്യാത്മിക ജ്ഞാനം ലഭ്യമല്ല. ദീക്ഷാസമയത്തും പൂണുനൂൽ ധരിക്കുമ്പോഴും ഓം തത്സത് എന്ന് മന്ത്രിക്കണം. പരമപുരുഷനെ ലക്ഷ്യമാക്കിയുള്ള ഏതു യജ്ഞത്തിലും അങ്ങനെ ചെയ്യണമെന്നാണ് വിധി. ക്ഷേത്രത്തിൽ നിവേദ്യം പാകം ചെയ്യുക മുതലായ പരമപുരുഷനു വേണ്ടി ചെയ്യപ്പെടുന്ന ഏതു പ്രവൃത്തിയും ഭഗവത് ചരിതങ്ങൾ കീർത്തിക്കുന്നതുൾപ്പെടെ തദർത്ഥീയം എന്ന വാക്കാൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സർവകർമ്മങ്ങളുടെയും പരിപൂർണതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പല വിധത്തിലും ഓം തത് സത് എന്നീ മഹത്തായ വാക്കുകൾ മന്ത്രിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.